ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഹോം വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാ കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കുന്ന വാനില സ്പഞ്ചാണെന്ന് നമ്മൾ റെഡിയാക്കണം. അതിന് നമുക്ക് ആദ്യം ഒരു ബൗൾ വെച്ച് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. അതിന് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് മൈദ, ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇത് 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് സീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഗ്ഗ് ബീറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ക്ലീൻ ആയിരിക്കണം ബൗൾ. അതുപോലെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വരില്ല. അതുകൊണ്ട് ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഞാൻ എഗ്ഗ് ബീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ വാനില എസൻസ് ഒഴിക്കും. അപ്പോൾ കേക്കിന് ഒട്ടും മുട്ടയുടെ സ്മെല്ലുണ്ടാകില്ല. നമുക്ക് ഇനി ബീറ്റർ ഓൺ ചെയ്യാം. ഇനി ഈ എഗ്ഗ് ഇങ്ങനെ പതിഞ്ഞ് വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ, പതിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഷുഗർ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് ഷുഗറാണ് ഉപയോഗിക്കുന്നത്. പൗഡർ ഷുഗർ ആണെങ്കിൽ 1 കപ്പ് വേണം. ഇപ്പോൾ ഞാൻ ഇത് പൗഡർ അല്ലാത്ത സാദാ ഷുഗറാണ്, അതുകൊണ്ടാണ് 3/4 കപ്പ് ഉപയോഗിച്ചത്. പിന്നെ ഇത് ചെറിയ തരി ഉള്ളതാണ്. വലിയ തരിയാണെങ്കിൽ പൗഡർ ആക്കണം. പൗഡർ ആക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. എനിക്കിപ്പോൾ ഇവിടെ ചെറിയ തരി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യണത്. നമുക്ക് കുറച്ച് കുറച്ചാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ കളറെല്ലാം മാറി നല്ല വൈറ്റ് കളറാവും. ഇപ്പോൾ കണ്ടോ, നല്ല വൈറ്റ് കളർ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഫോമിലാവുമ്പോഴാണ് എഗ്ഗ് ബീറ്റ് ചെയ്യൽ ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. അതിന് നമ്മൾ ബീറ്റർ 1-ൽ ഇട്ടിട്ട് വേണം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ. അതേപോലെ തന്നെ സ്പീഡിൽ ചെയ്യരുത്, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഓയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പും കൂടെ മിൽക്കും കൂടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരിച്ച് വെച്ചേക്കണത് ആഡ് ചെയ്യാം. നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് മിക്സ് ചെയ്യാവുള്ളൂ. ഒന്നിച്ചെല്ലാം ഇട്ടാൽ കട്ട പിടിക്കും, പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ പാടായിട്ട് വരും. അപ്പോൾ കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മിക്സ് ചെയ്യുക. എല്ലാ ഡയറക്ഷനിലേക്കും മിക്സ് ചെയ്താൽ കേക്ക് നമുക്ക് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ലോയിൽ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നമുക്ക് മൊത്തം മൈദയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാനിത് ഓവനിലല്ല വയ്ക്കുന്നത്, ഞാൻ ഗ്യാസിലാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു പാത്രം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വച്ചേക്കുന്നുണ്ട്. ഓവനാണെങ്കിൽ 180-ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റിങ്ങിന് വെക്കണം.
ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ 8 ഇഞ്ചിൻ്റെ പാനിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ അടിയിൽ കട്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഊറ്റാം. ബാറ്ററി ഫുള്ളും നമുക്ക് അതിനകത്തേക്ക് പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അന്നേരം അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോവും. ഞാൻ സ്റ്റൗ ടോപ്പിൽ എൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പഴയ റിങ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ റിങ്ങിലേക്കാണ് റിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഇറക്കി വയ്ക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ പാത്രത്തിന്. ഞാനിനി ഒരു ഗ്ലാസിൻ്റെ ലിഡ് വെച്ചാണ് മൂടണത്. അപ്പോൾ നമുക്ക് കേക്ക് പൊങ്ങി വരുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഗ്ലാസിൻ്റെ ലിഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് ഉപയോഗിക്കാം. ഞാനൊരു വെയിറ്റും വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കണേ. ഒരു 40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സ്മെല്ല് വന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഓപ്പണാക്കി നോക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ ഓപ്പണാക്കി ഞാനൊന്ന് കുത്തി നോക്കുവാണ്. അപ്പോൾ അത് കണ്ടോ, ആയിട്ടില്ല. അതിൻ്റെ അകത്ത് കുറച്ച് കേക്ക് ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിട്ടില്ല. അപ്പം ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് ഇതേ ലോ ഫ്ലെയിമിൽ തന്നെ 10 മിനിറ്റും കൂടെ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് വെച്ച് കേക്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് കേക്കിൻ്റെ ഇതെടുത്ത് മാറ്റാം. അപ്പം ഞാൻ കേക്ക് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഫുള്ള് ചൂടാറണ്ട, എന്നാലും ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. സൈഡ് പയ്യെ ഒന്ന് വിടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നമുക്ക് ബാഗ് തട്ടുമ്പോൾ കിട്ടും. അതിൻ്റെ നമുക്ക് പുറത്തെ ഷീറ്റ് അങ്ങ് എടുത്തളയാം, ബട്ടർ പേപ്പർ. കണ്ടോ, നല്ല സോഫ്റ്റും നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.